ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. പലപ്പോഴും നമുക്ക് കുറേ ജിമെയിൽ അക്കൗണ്ടുകൾ വരികയും നമുക്ക് ചിലത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ജിമെയിലിന്റെ ഏറ്റവും റൈറ്റ് കോർണറിൽ നമ്മുടെ ജിമെയിൽ ഐ ഡിയെ കാണിക്കുന്ന നമ്മുടെ ചിലപ്പോൾ അവിടെ പ്രൊഫൈൽ പിക്ചർ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. മാനേജ് യുവർ അക്കൗണ്ടിൽ നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം വരുന്ന ഒരു പേജ് കാണാൻ പറ്റും. ആ പേജിൽ ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹോമിന് താഴെ പേഴ്സണൽ ഇൻഫോ, ഡേറ്റ പ്രൈവസി, സെക്യൂരിറ്റി, പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഡേറ്റ പ്രൈവസി സെലക്ട് ചെയ്യുക. ഡേറ്റ പ്രൈവസി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പേജിൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് പല രീതിയിൽ ഇതിനകത്ത് ഡേറ്റാസ് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബ് ഹിസ്റ്ററി മാത്രമായിട്ട് കളയാം, ഇല്ല നമുക്ക് നമ്മുടെ ഗൂഗിൾ സർവീസുകൾ ഓരോന്നായിട്ട് ഏതെങ്കിലും ഒന്ന് കളയണമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഇത്രയും നാളുള്ള ഡേറ്റാസ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഇതൊന്നും വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഏറ്റവും താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡിലീറ്റ് ഗൂഗിൾ സർവീസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സർവീസ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഏറ്റവും താഴെ മോർ ഓപ്ഷൻ എന്നുള്ളതിൽ വരുമ്പോഴത്തേക്കും ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിനോടൊപ്പം തന്നെ മേക്ക് എ പ്ലാൻ ഫോർ യുവർ ഡിജിറ്റൽ ലെഗസി. നമ്മുടെ മരണശേഷം നമ്മുടെ ഈ അക്കൗണ്ട് ആര് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കുവാനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട്. അപ്പോൾ ഡിലീറ്റ് അക്കൗണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് കൊടുക്കുന്നു. ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നേരെ നമുക്ക് നമ്മുടെ പാസ്വേഡ് ചോദിക്കും. നമ്മുടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് കൊടുത്തു, നെക്സ്റ്റ് കൊടുക്കുന്നു. അടുത്തത് അക്കൗണ്ട് ഡിലീറ്റ് ആവാനുള്ള ഒരു ഓപ്ഷനിലേക്ക് ചെല്ലുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഡേറ്റ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. അവിടെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഡേറ്റയുമായി നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു കോൺവെർസേഷൻ, ഒരു ഇമെയിൽ വന്നതുണ്ട്. അതേപോലെ യൂട്യൂബിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും ഉണ്ട്. ഓക്കെ, ഇനി അതിന്റെ താഴെയായിട്ട് നമ്മൾ 2 ടിക്ക് ബോക്സ് ഉണ്ട്. നമുക്ക് നിലവിൽ ഗൂഗിളിന്റെ ഈ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് പേയ്മെന്റുകളൊന്നും പെൻഡിങ് ഇല്ല. അതേപോലെ നമുക്ക് ഈ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് 2 ടിക്ക് ബോക്സുകളുണ്ട്. ആ 2 ടിക്ക് ബോക്സുകളും കൊടുക്കുമ്പോൾ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഈ ഡിലീറ്റ് അക്കൗണ്ട് ഓപ്ഷൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഗൂഗിളിൽ നിന്നും ഡിലീറ്റ് ആവും. നമുക്ക് 14 ദിവസം സമയമുണ്ട്. ഈ 14 ദിവസത്തിനകത്ത് നമുക്ക് ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ മാറിയുള്ള ചിന്ത വരികയാണ്, നമ്മുടെ അക്കൗണ്ട് നമുക്ക് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്കവർ യുവർ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് പുതിയതായിട്ട് ഇതിനെ റിക്കവർ ചെയ്തെടുക്കാനും പറ്റും. അത് നമ്മൾ ഈ ഒരു ടാബ് ക്ലോസ് ചെയ്താൽ പോലും നമുക്ക് ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ ജിമെയിൽ ഐ ഡി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് റിക്കവർ ഓപ്ഷൻസ് കിട്ടുകയും അങ്ങനെ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനും പറ്റുകയും ചെയ്യും. ഇത് നല്ലൊരു വീഡിയോ ആണ്. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെയും നന്ദി, നമസ്കാരം.